ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു വീഡിയോ തന്നെയാണിത്. എന്നിരുന്നാലും നിങ്ങളുടെ വിമർശനങ്ങളെ ഞാൻ കൈയേക്കുന്നതായിരിക്കും. ഞാൻ അതിൽ നിന്ന് തിരുത്താൻ ശ്രമിക്കുന്നതായിരിക്കും. സോ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ അനാലിസിസ് വീഡിയോ ആണ് ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ പറയാനുള്ളത്, ബാംഗ്ലൂരിൻ്റെ കാര്യത്തിലേക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും കപ്പ് വിൻ ചെയ്യേണ്ട ഒരു ടീം ഉണ്ടായിട്ടും കപ്പ് വിൻ ചെയ്യാതെ ഇരിക്കാൻ കാരണമായിട്ടുണ്ടായിരുന്നത് എല്ലാവരും പറയുന്നത് ആ ഒരു ബോളിംഗ് യൂണിറ്റിൻ്റെ പ്രശ്നങ്ങളായിരുന്നു. ഒരുപക്ഷെ ബോളിംഗ് യൂണിറ്റിൻ്റെ പ്രശ്നമില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ പലപ്പോഴും ബാംഗ്ലൂരിന് ഏറ്റവും കൂടുതൽ പണി കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ പണി തന്നിട്ടുള്ളത് അവരുടെ ചിന്നസ്വാമി സ്റ്റേഡിയമാണ്. അതെ, വെറും 46% മാത്രമാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ വിൻ പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഒരു ഹോം ടീമിൻ്റെ വിൻ പെർസെൻറ്റേജ് 50%-ലും താഴെ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം എത്രമാത്രമാണ് ആ ഒരു സ്റ്റേഡിയം ഉണ്ടാക്കുന്ന, ആ മാച്ചിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്നുള്ളത്. ഇതിലും താഴെയുള്ള ടീമുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ പോലെ ഇത്രയും സ്ക്വാഡ് ഡെപ്ത് പല സമയത്തും തോന്നിയിട്ടുള്ളൊരു ടീം, പല സമയത്തും മികച്ച സ്ക്വാഡുള്ളൊരു ടീം, ബോളിംഗ് യൂണിറ്റിൻ്റെ വീക്ക്നെസ് ഞാൻ പറയാതിരിക്കുന്നില്ല, ഉണ്ട്. എന്നിരുന്നാലും അവരുടെ വിൻ പെർസെൻറ്റേജ് 50%-ൽ താഴെയാണെന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാം എത്രമാത്രം ഇമ്പാക്റ്റ് ആ ഒരു സ്റ്റേഡിയം ഇതിൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. മറ്റ് ടീമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ CSK, മുംബൈ, കൊൽക്കത്ത പോലുള്ള ടീമുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഹോം മത്സരങ്ങളിലെ വിൻ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 60%-നും മുകളിലാണ്. സോ അത് തന്നെ വലിയൊരു ഫാക്ടറാണ്. അത് പലപ്പോഴും പലരും മറന്നു പോകുന്നുണ്ട്. ഈ ഒരു മിനി ഓപ്ഷനിലേക്ക് വരുമ്പോൾ ബോളേഴ്സിനെ കുറിച്ച് കുറേ പ്രശ്നങ്ങളും കൺസേണുകളും എല്ലാവരും തന്നെ പറയുന്നുണ്ട്. ഇത്തവണ ഫാൻസ് ഉൾപ്പെടെ ഈ ഒരു കൺസേൺ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ മുറവിളികളായിട്ട് കൂട്ടുന്നുണ്ട്. എന്തായാലും നമുക്ക് ആ ഒരു സ്ക്വാഡിലേക്ക് പോകാം. ആദ്യം തന്നെ അൽസാരി ജോസഫ് 11.50 കോടിക്കാണ് അൽസാരി ജോസഫ് എന്ന വെസ്റ്റ് ഇൻഡീസ് താരത്തിനെ ഇത്തവണ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. വെറും 2.40 കോടിക്ക് ഗുജറാത്ത് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്ന താരത്തെ ഇത്തവണ മിനി ഓപ്ഷനിൽ 11.50 കോടി കൊടുത്താണ് അൽസാരി ജോസഫ് എന്ന പ്ലെയറിനെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ സ്വന്തമാക്കിയിരിക്കുന്നത്. ഇത്രയും ഒരു ഓവർ റേറ്റഡ് ആയിപ്പോയോ ആ ഒരു സൈനിങ് എന്ന് എനിക്ക് നല്ലൊരു സംശയമുണ്ട്. കാരണം 11.50 കോടി എന്ന് പറയുന്നത് അൽസാരി ജോസഫിനെ പോലൊരു പ്ലെയർക്ക് അല്പം കൂടുതലായിട്ട് തന്നെയാണ് തോന്നുന്നത്. കാരണം IPL അതിമാരക പെർഫോമൻസ് ഒന്നും അൽസാരി ജോസഫ് കാണിച്ചിട്ടില്ല. എക്കോണമി എന്ന് പറയുന്നത് 9.8 ആണ്. 19 മത്സരങ്ങളിൽ നിന്ന് 20 വിക്കറ്റുകളാണ് IPL തൻ്റെ സമ്പാദ്യം എന്ന് പറയുന്നത്. ഗുജറാത്ത് അത്യാവശ്യം എല്ലാവരും പറയുന്നുണ്ട് ഗുജറാത്ത് ആ ഒരു വിന്നിംഗ് ലൈനപ്പിൽ യൂട്ടിലൈസ് ചെയ്ത പ്ലെയറാണ് പുള്ളി എന്നൊക്കെ. പക്ഷേ എത്ര മത്സരങ്ങൾ കളിച്ചു, അതുപോലെ തന്നെ ഏതൊക്കെ പൊസിഷനിലാണ് യൂസ് ചെയ്തത് എന്നൊക്കെ അനുസരിച്ചിരിക്കും. അതുപോലെ എത്രമാത്രം മനോഹരമായിരുന്നു ഗുജറാത്തിൻ്റെ ആ സീസണിലെ ബോളിംഗ് ലൈനപ്പ് എന്നും കൂടി ആലോചിക്കണം. എത്രമാത്രം അവസരങ്ങൾ, ഓവറുകൾ അൽസാരി ജോസഫിന് കിട്ടി എന്നുള്ളത് ഒരു വലിയ കൺസേൺ ആണ്. സോ എന്തായാലും 11.50 കോടിക്ക് അല്പം ഓവർ റേറ്റഡ് ആയി പോയോ എന്നൊരു സംശയമുണ്ട്. എന്നിരുന്നാലും ഈ ഒരു IPL അദ്ദേഹത്തിന് ചാൻസ് കിട്ടി മുതലാക്കാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയും തന്നെയായിരിക്കണം. RCB അദ്ദേഹത്തെ മേടിച്ച് അങ്ങനെ മുതലാക്കാൻ സാധിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലാണ്ട് ഇപ്പോൾ അത് കൂടുതൽ വേറൊന്നും പറയാനില്ല. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് യാഷ് ദയാൽ 5 കോടി. ഓഫ് കോഴ്സ് ഗുജറാത്തിൻ്റെ താരമായിരുന്നു. 5 കോടി എന്ന് പറയുമ്പം പലരും യാഷ് ദയാലിനെ കുറ്റം പറയുന്നുണ്ട്. കഴിഞ്ഞ സീസണിൽ എന്താണ് അദ്ദേഹത്തിന് ഉണ്ടായതെന്നും ശേഷം ഒരു തിരിച്ചുവരവിന് ശ്രമിച്ചെങ്കിലും അത് നടക്കാതിരിക്കുകയും ഗുജറാത്ത് ഡ്രോപ്പ് ചെയ്യുകയും പിന്നീട് ഇപ്പോൾ RCB 5 കോടി രൂപയ്ക്ക് മേടിക്കുകയും ചെയ്തു. പക്ഷേ എനിക്ക് ഒരു വിശ്വാസമുണ്ട് ദയാലിലും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂം ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഒരു ബെറ്റർ ആവാൻ ചാൻസ് ഉള്ളൊരു പ്ലെയറാണ് ദയാൽ. കഴിഞ്ഞ പ്രാവശ്യം റിങ്കുവിൻ്റെ ആ ഒരു അടി മേടിച്ചിട്ട് കാര്യമായിട്ടുള്ള മത്സരങ്ങൾ അദ്ദേഹത്തിന് കളിക്കാൻ സാധിക്കാതെ വരികയും കുറേ ഇഷ്യൂസ് ഉണ്ടാകുകയൊക്കെ നമ്മൾ കണ്ടാണ്. പക്ഷേ ഒരു കോൺഫിഡൻസ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ബെറ്റർ ആവാൻ ചാൻസ് ഉള്ള പ്ലെയറാണ്. പക്ഷേ 5 കോടി എന്നുള്ളത് പ്രൈസ് അല്പം കൂടിപ്പോയോ എന്നൊരു ഡൗട്ട് അവിടെയുണ്ട്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ടോം കറൻ. എന്തിനു മേടിച്ചെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ഒരു ബോളിംഗ് ഓൾറൗണ്ടറാണ്. വൺസ് അഗെയിൻ ഒരു ബോളിംഗ് ഓൾറൗണ്ടറാണ്. 1.5 കോടിക്ക് ടോം കറിനെ മേടിച്ചിട്ടുണ്ട്. ടോം കറിന് 11 ചാൻസ് ഉണ്ടാകുമോ എന്നുള്ളത് പോലും സംശയമായിട്ടുള്ള കാര്യമാണ്. ഓൾറെഡി ഇപ്പോൾ ഒരു 4 മാച്ച് ബാൻ അവിടെ നടക്കുന്നുണ്ട്. ഇവിടേക്ക് ബാധിക്കില്ല. 4 മാച്ച് ബാനൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഗ്രൗണ്ടിലെ മിസ്ബിഹേവിയർ, അതായത് പിച്ചിക്കോട് ഓർഡർ എന്ന് പറഞ്ഞിട്ട് പിച്ചിക്കോട് ഓടുകയൊക്കെ ചെയ്തിട്ട് ഒരു 4 മാച്ച് ബാനൊക്കെ മേടിച്ചിട്ടുണ്ട്. ചാൻസ് കിട്ടുമോ എന്നുള്ള കാര്യം പോലും സംശയമാണ്. 1.5 കോടിക്ക് അതൊരു വേണ്ടാത്ത ബയ്യായിപ്പോയി. ഇതിൽ നന്നായിട്ട് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലെയർ ആയിരുന്നു ചേതൻ സക്രിയ. അവർക്ക് നല്ല കട്ടേഴ്സ് എറിയാൻ സാധിക്കുന്ന ഒരു ലെഫ്റ്റ് ഹാം പേസ് ബോളറാണ് പുള്ളി. കുറച്ചുകൂടി ഗ്രൂം ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കിടിലൻ ബോളറാക്കി കൊണ്ടുവരായിരുന്നു വേണമെങ്കിൽ RCBക്ക്. ആൻഡ് നെക്സ്റ്റ് ലോക്കി ഫെർഗൂസൺ 2 കോടി രൂപയുടെ ബൈ. അത് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ബൈ ആണ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ എത്രത്തോളം 11 ചാൻസ് ഉണ്ടാകുമെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം. ഞാൻ ഓൾറെഡി പറഞ്ഞു, വീക്ക് ലിങ്ക് എന്ന് പറയുന്ന ബോളിംഗ് സൈഡ് ആണെങ്കിൽ അവരുടെ ഏറ്റവും പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ആ ബാറ്റിംഗ് സൈഡാണ്. സോ കൂടുതൽ ബാറ്റേഴ്സിനെ യൂട്ടിലൈസ് ചെയ്ത് കളിക്കാനാണോ ഇവരുടെ തീരുമാനം, അതോ ഒരു വെൽ ബാലൻസ്ഡ് ആയിട്ട് പോകാനുള്ള ഇവരുടെ തീരുമാനം എന്ന് IPL വരുമ്പോൾ കണ്ടു തന്നെ അറിയണം. എന്നിരുന്നാലും ലോക്കി ഫെർഗൂസൻ്റെ 2 കോടി രൂപയുടെ ബൈ അത്യാവശ്യം ഡീസൻറ്റ് ബൈ ആണ്. അവസാനമാണ് ആക്സിലറേറ്റർ ഓപ്ഷനിലാണ് പുള്ളിയെ മേടിച്ചത്. ആ കൂടി സമാധാനം തരുന്ന ഈ സീസണിലെ മിനി ഓപ്ഷനിലെ ബൈ പുള്ളി തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നെക്സ്റ്റ് സ്വപ്നിൽ സംഘ്. ഒരു 20 ലക്ഷം രൂപയ്ക്ക് ബേസ് പ്രൈസിൽ ബറോഡയുടെ താരമാണ് പുള്ളി. ഒരു ലെഫ്റ്റ് ആം ഓർത്തഡോക്സ് ബോളറാണ്, സ്ലോ ലെഫ്റ്റ് ആം ഓർത്തഡോക്സ് ബോളറാണ്. ബോളിംഗ് ഓൾറൗണ്ടർ എന്ന് പറയാം. അത്യാവശ്യം കുഴപ്പമില്ലാതെ ബാറ്റ് പിടിക്കാൻ സാധിക്കുന്ന ഒരു പ്ലെയറും കൂടിയാണ് പുള്ളി. നെക്സ്റ്റ് എന്ന് പറയുന്നത് സൗരവ് ചൗഹാൻ. 20 ലക്ഷം രൂപ ഗ്രൂം ചെയ്തെടുക്കുക എന്നുള്ളത് തന്നെയാണ് RCBയുടെ ലക്ഷ്യം.
ഇനി നമുക്ക് ടീം കോമ്പോസിഷനിലേക്ക് പോകാം. ടീം കോമ്പോസിഷൻ എന്ന് പറയുമ്പോൾ വിക്കറ്റ് കീപ്പേഴ്സിലായിട്ട് അനുജ് റാവത്തും ദിനേശ് കാർത്തിക്കും. ഇത്തവണ ദിനേശ് കാർത്തിക്കിനെ നിലനിർത്തിയത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നേയില്ല. RCBക്ക് അതൊരു വലിയ തലവേദന ആവാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അത് വളരെ വലുതാണ്. കാരണം ഞാൻ ഇത്തവണ ഒരു റിലീസ് പ്രതീക്ഷിച്ചിരുന്നു ദിനേശ് കാർത്തിക്കിൻ്റെ. ആൻഡ് ബാറ്റേഴ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫാഫ് ഡുപ്ലസിസ്, വിരാട് കോഹ്ലി, രജത് പട്ടിദാർ, സുയാഷ് പ്രഭുദേശായി, സൗരവ് ചഹാൻ. ഓൾറൗണ്ടേഴ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മൈപ്പാൽ ലോമറോർ, ഗ്ലെൻ മാക്സ്വെൽ, മനോജ് ബണ്ടാഗെ, ടോം കരൺ, സ്വപ്നിൽ സിംഗ്, വിൽ ജാക്സ്, ക്യാമറോൺ ഗ്രീൻ. ബോളേഴ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആകാശ് ദീപ്, മുഹമ്മദ് സിറാജ്, കരൺ ശർമ്മ, രജൻ കുമാർ, റീസ് ടോപ്ലി, ഹിമാൻഷു ശർമ്മ, അൽസാരി ജോസഫ്, ലോക്കി ഫെർഗൂസൺ, യാഷ് ദയാൽ, വിജയ് കുമാർ വൈശാഖ് ആൻഡ് മയൻ ഡാഗർ. ഇതിൻ്റെ അകത്ത് വേറൊരു ഫാക്ടർ ഇരിക്കുന്നത് ഗ്രീനിൻ്റെ കാര്യമാണ്. ഗ്രീനിനെ ട്രേഡ് ചെയ്തെടുത്താണെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഗ്രീനിനെ അവിടെ ആഡ് ചെയ്യുമ്പോൾ ഒരു ഫോറിൻ പ്ലെയറിനെ ബോളിങ്ങിൽ ഒഴിവാക്കേണ്ടി വരും. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ലെവനിലേക്ക് റീസ്റ്റോപ്പിലാണ്. അങ്ങനെ വരുമ്പോൾ ഗ്രീനിന് ലെവനിൽ ചാൻസ് ഉണ്ടാകുമെന്ന് കണ്ടറിയണം. അതുപോലെ തന്നെ ഗ്രീനിന് ബോളിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നങ്ങൾ നേടുന്ന കാണാം. അത്ര നല്ല എക്കോണമിയും അത്ര നല്ല ആവറേജും അല്ല ഗ്രീനിന് ആ ഒരു ബോളിംഗ് സൈഡിൽ 2020 സോ മോസ്റ്റ് പ്രോബബ്ലി ഗ്രീൻ ചിലപ്പോൾ ബെഞ്ചിലാവാൻ സാധ്യതകളുണ്ട്. പൂർണ്ണമായിട്ടും ആകുന്നല്ല, ചിലപ്പോൾ 1-2 മത്സരങ്ങൾ പരീക്ഷണാടിസ്ഥാനങ്ങളിൽ ടീമിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയെടുക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും ഗ്രീൻ ആദ്യത്തെ മത്സരത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം തന്നെ, അവിടെ ആദ്യ കുറച്ച് മത്സരങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം തന്നെ ഇരിപ്പുണ്ട്. പറയാൻ പറ്റില്ല, നമ്മൾ തയ്യാറാക്കുന്ന ലെവനായിരിക്കില്ല അവർ തയ്യാറാക്കുന്നത്, അത് വേറൊരു ഫാക്ടറാണ്. പിന്നെ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിടുന്ന കാര്യമാണ് ചഹലിൻ്റെ റിലീസിന് ശേഷം നല്ലൊരു സ്പിന്നറിന് ഇവർക്ക് കിട്ടിയിട്ടില്ല. അത് യാഥാർത്ഥ്യം തന്നെയാണ്. സ്പിൻ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റിൽ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ബോളേഴ്സ് ഇല്ല. ഓഫ് കോഴ്സ് അവർ ഗ്ലെൻ മാക്സ്വെലിനെ യൂസ് ചെയ്യും. അതോടൊപ്പം തന്നെ കരൺ ശർമ്മയ്ക്ക് ലെവനിൽ എന്തായാലും ചാൻസ് ഉണ്ടാകും. ഇതൊക്കെ ശരിയാണ്. പക്ഷേ ആ ഒരു സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ സ്റ്റിൽ ചഹലിനെ പോലൊരു പ്ലെയർ മിസ്സിംഗ് ആണ് എന്നുള്ളത് വലിയൊരു ഫാക്ടറാണ്. അത് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. അത് എല്ലാവർക്കും തോന്നുന്നൊരു ഫാക്ടർ തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നെക്സ്റ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ആ ഒരു 11 ലെവൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും കുറേ ഡൗട്ടുകളുണ്ട്. ഞാനെന്തായാലും നോക്കിയ 11 എന്ന് പറഞ്ഞാൽ ഫാഫ് ഡുപ്ലസിസ്, വിരാട് കോഹ്ലി തന്നെ ആയിരിക്കും ഓപ്പണിംഗ് കൂട്ടുകെട്ട്. അതുപോലെ തന്നെ രജത് പട്ടിദാർ, ഗ്ലെൻ മാക്സ്വെൽ, ഓഫ് കോഴ്സ് ക്യാമറോൺ ഗ്രീൻ ഇടാം, ദെൻ ദിനേശ് കാർത്തിക്, മൈപ്പാൽ ലോമറോർ, അതോടൊപ്പം തന്നെ അൽസാരി ജോസഫ്, മുഹമ്മദ് സിറാജ്, കരൺ ശർമ്മ അല്ലെങ്കിൽ മയൻ ഡാഗർ, അതോടൊപ്പം തന്നെ ആകാശ് ദീപ് അല്ലെങ്കിൽ യാഷ് ദയാൽ. ഇതാണ് ഒരു ലൈനപ്പ്. ഇതിൻ്റെ അകത്ത് വേറെ മാറ്റം വരാം. ക്യാമറോൺ ഗ്രീനിന് പകരം ബോളിംഗ് സൈഡിൽ ഇപ്പോൾ ഓൾറെഡി ബാറ്റിംഗ് സൈഡ് അടിപൊളിയാണ്. ക്യാമറോൺ ഗ്രീനിന് പകരം ബോളിംഗ് സൈഡിലേക്ക് റീസ്റ്റോപ്പിൽ ഇട്ടിട്ട് ദിനേശ് കാർത്തിക്കിന് പകരം അവിടെ അനുജ് റാവത്തിനെ കൊണ്ടുകഴിഞ്ഞാൽ കുഴപ്പമില്ല. അനുജ് റാവത്ത് വിക്കറ്റ് കീപ്പറാണല്ലോ. സോ ആ ഒരു സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ മാറ്റങ്ങൾ വരുത്താനും ചാൻസ് ഉണ്ട്. എനിക്കിപ്പോഴും കൺസേൺ ആയിട്ടുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന് സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റ്, അതോടൊപ്പം തന്നെ വിക്കറ്റ് കീപ്പർ സൈഡിൽ ദിനേശ് കാർത്തിക്കിൻ്റെ പെർഫോമൻസ്, അല്ലെങ്കിൽ ബാറ്റിങ്ങിൽ ദിനേശ് കാർത്തിക്കിൻ്റെ പെർഫോമൻസ്. ഈ 2 കാര്യത്തിലും നല്ല കൺസേൺ ഉണ്ട്. എന്തായാലും ഈ തവണയും RCB കപ്പടിച്ചില്ല എങ്കിൽ അടുത്ത ഇനിയിപ്പോൾ 2025 മെഗാ ഓപ്ഷനൊക്കെ വരുമ്പോഴേക്കും ഈ ഒരു ബാറ്റിംഗ് കോമ്പോസിഷൻ മൊത്തത്തിൽ ചേഞ്ച് ചെയ്യേണ്ടി വരും. കുറേ റിലീസുകൾ ഉണ്ടാവും. അതിൽ എത്രത്തോളം പ്ലേയേഴ്സിനെ തിരിച്ചു പിടിച്ചെടുക്കാൻ സാധിക്കുമെന്ന് അറിയില്ല. അതുപോലെ തന്നെ ഫാഫ് ഡുപ്ലസിക്ക് എത്ര കാലം കളിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമെന്ന് അറിയില്ല. സ്റ്റിൽ അദ്ദേഹം കളിക്കുന്നുണ്ട്. പക്ഷേ അടുത്തൊരു സീസണൊക്കെ കഴിയുമ്പോഴേക്കും പുള്ളിക്ക് എത്ര മനോഹരമായിട്ട് പിന്നീട് തിരിച്ചു വരാൻ സാധിക്കുമെന്നൊക്കെ കാത്തിരുന്ന് കാണണം. സോ ഇതൊരു ബെറ്റർ ടൈമാണ്. ഇനിയും കപ്പടിച്ചില്ലെങ്കിൽ കപ്പടിക്കുക എന്നുള്ളത് വലിയൊരു പ്രശ്നമായിട്ട് അവരെ സംബന്ധിച്ച് തുടരും. ഞാൻ ബോളിംഗ് യൂണിറ്റിൻ്റെ പൂർണ്ണമായിട്ടും കുറ്റം പറയുന്നില്ല. ഞാൻ ഓൾറെഡി പറയുന്ന പോലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിനെയാണ് എനിക്ക് കുറ്റം പറയാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹം. എന്നിരുന്നാലും വീക്ക് ലിങ്കുകളുണ്ട്, ഇല്ല എന്നല്ല. അതുപോലെ പേസ് ബോളിംഗ് സൈഡിൽ എനിക്ക് സിറാജിലാണ് ഡിപ്പെൻഡ് ചെയ്യാൻ കൂടുതൽ ആഗ്രഹം. കാരണം കുഴപ്പമില്ലാതെ ബോൾ ചെയ്യുന്ന ഒരു പ്രതീക്ഷയുള്ള ഒരേ ഒരു താരം സിറാജാണ്. അപ്പോൾ എന്തായാലും കാത്തിരുന്ന് തന്നെയാണ്. ബെസ്റ്റ് ഓഫ് ലക്ക് തന്നെ പറയുകയാണ് RCBക്ക്. ഒരുപക്ഷെ എല്ലാ ആരാധകർക്കും ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും, ഒന്ന് കപ്പടിച്ച് കണ്ട ആഗ്രഹമുണ്ട്. അത് മീൻസ് ഓൾമോസ്റ്റ് ഏത് ടീമിലേക്ക് എടുത്ത് നോക്കി RCB കൊണ്ടുപോട്ടെ, ഇത്തവണ കപ്പ് കൊണ്ടുപോട്ടെ എന്നൊരു ആഗ്രഹം കുറച്ചെങ്കിലും സമാധാനത്തിന് അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്, എനിക്കറിയാം. സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദിവസങ്ങൾ അവൻ്റെ രേഖപ്പെടുത്താം. ഞാൻ എന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ തിരുത്തുക. ഇറ്റ്സ് മീ ഗൂഗിൾ സൈനിങ് ഔട്ട്. ബൈ ബൈ.